ഓടിച്ചാടി എവിടെ പോണു? പോടാ അവിടെ. നീ എപ്പോ എണീറ്റ്? 1 മണിക്കൂറായി കാണും. ഓ, എന്നിട്ട് പല്ലുവെല്ലാം തേച്ചാ? പല്ലൊക്കെ വായി തന്നെ ഉണ്ടല്ലോ, ഒക്കെ പതുക്കെ തേക്കും. 1 മണിക്കൂറായി എണീറ്റ്. എന്നിട്ട് അടുക്കളയിലോട്ടൊന്ന് വരണ വല്ല ചിന്തയുണ്ടോ? അമ്മ ഏതോ കരിഞ്ഞ നാറ്റ് പറഞ്ഞില്ലേ? പരിപാടി കരിഞ്ഞ മണം വരും. ഞാൻ ശരിക്കും കരിപ്പിച്ച ചൂടില്ലായിരുന്നല്ലേ? ആ, ചൂടില്ല. ഇനി ഇതുപോലത്തെ നമ്പർ അടിച്ച് എന്നെ അകത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കിയാൽ നിന്റെ കൈ ശരിക്കും കരി, നീ അത് വലിച്ചു കയറ്റും ചെയ്യും. അയ്യോ, കണ്ടാ 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 എന്തോന്ന് കണ്ടെന്ന്? കട്ടിലിനടി കിടന്നാണ് കിട്ടിയ. ചാർജ് തീർന്ന് അറിഞ്ഞില്ല. ബാങ്കിൽ നിന്ന് എത്ര പേര് വിളിച്ച് കാണും. ഇതാണ് ഞാൻ ബാങ്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും ചാർജ് ചെയ്യാനായിട്ട് ഫോൺ കുത്തിവെക്കും. അത് കണ്ട തള്ളക്ക് മക്കൾക്ക് ഉടനെ എന്നെ ചാർജ് ചെയ്യണം. അതിന് എന്റെ ഫോൺ വലിച്ചൂറ്റി എടുക്കും. എന്നോട് എന്തോ വാശിയുള്ളത് പോലെയാണ്. ഷേവ് ചെയ്തില്ലേ? ആ ഇല്ല, പെട്ടെന്നാവട്ടെ. നീ ഇവിടെ ചടഞ്ഞിരിക്കാൻ തീരുമാനിച്ചാ? പിന്നല്ലാണ്ട്. എണിച്ചു പോയി കുളിച്ച് റെഡിയാവ്. റെഡി ആയിട്ട് എവിടെ പോവാമ്മ? നിന്റെ അച്ഛന്റെ കുടുംബ കോവില്ല ആറാട്ട് കൂടെ എണിച്ചു പാടി എന്തോന്നു വരാൻ. ഡയറ്റ് എന്നൊക്കെ പറയുമെങ്കിൽ ചോറ് മീൻകറിങ്ങാണ് എന്റെ കൺട്രോൾ പോകും. അത് പിന്നെ നമുക്കറിയാലോ. നമ്മുടെ ട്രെയിനർ എങ്കിൽ പിന്നെ കഴിക്കില്ലെന്നാണോ? കൊള്ളാം, പൊരിച്ച മീൻ കണ്ട ഭ്രാന്താണ് അവൾക്ക്. പൊരിച്ച മീൻ കണ്ട ആർക്കടോ ഭ്രാന്ത്? എനിക്ക് ഭ്രാന്താണെന്ന് പറയും. ഞാൻ കേട്ട് എല്ലാം കൂട്ടം കൂടി നിന്ന് നുണ പറയുന്നത്. വാ പേണോന്ന് ആർക്കും വിചാരം. ഞാൻ ചെറുതായിട്ട് ജോഗിങ് ചെയ്തിട്ടാ വന്നത്. ഭയങ്കര ജോഗിങ്. ചേട്ടൻ കാറിക്കൊണ്ട് ഇറക്കി വിട്ടുകയാണ്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നന്നാവലാൻ തീരുമാനിച്ചിട്ടാണല്ലോ വരുന്നത്. ഞാൻ എത്ര കിലോമീറ്റർ ഓടിയെന്നറിയോ? ഇത് എനിക്കിങ്ങനെ അറിയാം. ഞാൻ അറിയിച്ചു തരാം. ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വരട്ടെ. ഞാൻ അതാ വരണം. എനിക്കും അതാ തോന്നി. ഹലോ ഗായ്സ്, എന്താണ് പരിപാടി? ഇന്ന് നേരത്തെ ആണല്ലോ. ഇന്ന് മാത്രമല്ല, ഞാൻ എന്നും നേരത്തെയാണ്. നിങ്ങളെ പരിപാടി നടക്കട്ടെ. എടാ നീ വീട്ടിൽ നിന്ന് കൂട്ടിക്ക്. തോണിയിലലയുകയാണൊരു ഹൃദയം, തോറ്റം പാട്ടും പാടി. ഈ നീലനിലാവൊരു തോണി കരയെന്ന ചിറകുൾ. ചിരിക്കണ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് വിളച്ചിൽ കൂടുന്നുണ്ട്. നിനക്ക് വെച്ചിട്ടുണ്ട്? ചുമ്മാ ചെയ്തല്ലേ അച്ഛാ? ചുമ്മാ ചെയ്തോ? അച്ഛാ, അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ കഷ്ണം പേപ്പർ വന്ന് വീണേന് എന്തിനച്ചാ ഇത്ര എന്നൊക്കെ പറഞ്ഞോണ്ട്. അച്ഛന് പഴയ പോലെ തന്നെ ഭയങ്കര പേടിയാണല്ലേ? പേടിയുണ്ട്. വയസ്സും പ്രായമൊക്കെ ആയി വരുമ്പോ പേടി വരും. അച്ഛാ, ഷേവ് ചെയ്ത് ശരിയായില്ല. മുഖത്തൊക്കെ മുടിയിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഒരു മുടി ഇരിപ്പില്ല. അച്ഛാ, എന്തോന്ന് വെച്ചാ അന്ന് ആടങ്ങി നില്ല്. എന്താണ്? അച്ഛന്റെ മീശയില് ഞാൻ ഒരു കലാപരിപാടി ചെയ്ത് നോക്കട്ടെ. അച്ഛന്റെ മീശയിലാണോ കലാപരിപാടി നടത്തുന്നത്? പിന്നെ അച്ഛന്റെ മീശയിൽ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ മാമന്റെ മീശയിൽ ചെയ്യാൻ പറ്റൂ? എന്തൊക്കെ കേൾക്കണം ദൈവമേ. എടി നിനക്കൊരു കാര്യം അറിയാമോ? എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ അച്ഛൻ മരിക്കുന്നത് വരെ ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല. അയിനാ എടി അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ അമ്മ വഴിയാണ് അറിയിപ്പിക്കുന്നത്. അതെന്തോന്ന് ഏർപ്പാടച്ഛാ? അച്ഛാ, അത് ഭയങ്കര അഭിമാനത്തോടെയാണല്ലോ പറയണേ. ശരിക്കും പറഞ്ഞ അതൊരു ദുരവസ്ഥയാണ്. ദുരവസ്ഥയാ? എടി എന്റെ അച്ഛൻ എന്നെ ഇഷ്ടമാണ്, അതെനിക്കറിയാം. എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്. പക്ഷെ ഇത് ബഹുമാനം കൊണ്ടുള്ള പേടിയാ. അതൊക്കെ അന്തകാലം, ഇതിപ്പോ ഇന്ത കാലം കേട്ടോ. ഇപ്പൊ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ക്ലോസ് ഫ്രണ്ടിനെ പോലെയാണ്. ശരിക്കും ഒരു ബ്രോ. ബ്രോയാ? അച്ഛൻ ബ്രോയാ? അല്ലേലും എന്റെ മക്കളടുത്ത് എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് ജയിക്കാൻ പറ്റുമോ? ഓഫീസിൽ പോകുന്നൊക്കെ പോ. കൊച്ചിന്റെ കാര്യം. അച്ഛാ,
ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് വരുമ്പോഴേ സമയം ഉണ്ടെങ്കിൽ ഒരു ടിക്ടോക്കിന് പറഞ്ഞേ. ടിക്ടോക്ക് ഈ ന്യൂജൻ പിള്ളേരെ കൊണ്ട് ഓടി രക്ഷയില്ല. നിന്റെ അമ്മയെ വിളിച്ച് ജയിപ്പിക്കും.